തൃശ്ശൂർ ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് തകർത്ത സംഭവത്തിൽ 4 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇതിൻ്റെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അനീഷ് ആൻ്റണി ചേരുകയാണ്. അനീഷ്, ഈ പോലീസ് ജീപ്പ് തകർക്കുന്നു, പിടിയിലാകുന്ന നിതിനെ മോചിപ്പിച്ചു കൊണ്ടുപോകുന്നു, ഇങ്ങനെയൊക്കെയാണ് വാർത്തകൾ സ്റ്റേഷനിൽ നിന്നും. ഇതിൽ കേസെടുത്തില്ല, പല വിധത്തിലും ഈ SFIക്കാർക്ക് അനുകൂലമായി നിലപാടെടുത്തു എന്നൊക്കെയാണ് പരാതിയും പരിഭവവും ഒക്കെ ഉയർന്നിരുന്നത്. അതിലാണിപ്പോൾ ഒരു തീരുമാനം എത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ നടപടികൾ? ഈ നിതിൻ എവിടെയാണ്? അജിംഷാദ്, തീർച്ചയായും ഈ നിതിൻ, അതായത് ഡിവൈഎഫ്ഐയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ് നിതിൻ പുല്ലൻ. ഈ നിതിൻ പുല്ലന്റെ നേതൃത്വത്തിലാണ് ജീപ്പ് തകർക്കുന്ന നടപടിയിലേക്ക് SFI പ്രവർത്തകർ ഉൾപ്പെടെ കടന്നത്. ഇതിനുശേഷം ഇന്നലെ വൈകിട്ട് പോലീസ് നടത്തിയ പരിശോധനയിൽ ആണ് 5 പേരെ ആദ്യഘട്ടത്തിൽ ചാലക്കുടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതിൽ ഒരാൾ ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തില്ല എന്നത് കണ്ടതിനെ തുടർന്ന് ഒഴിവാക്കി. ബാക്കിയുള്ള 4 പേർക്കെതിരെയാണ് ഇപ്പോൾ പൊതുമുതൽ നശിപ്പിച്ചതിനും അതുപോലെ തന്നെ വധശ്രമത്തിനും, വലിയൊരു വകുപ്പ് തന്നെയാണ് വധശ്രമത്തിന് ഉൾപ്പെടെ ഇപ്പോൾ 4 SFI പ്രവർത്തകർക്കെതിരെ ചാലക്കുടി പോലീസ് കേസെടുത്തിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം, ഈ തർക്കത്തിലേക്കും അതുപോലെ തന്നെ ജീപ്പ് തകർക്കുന്ന സംഭവത്തിലേക്കും എത്തിയത് ആദ്യഘട്ടത്തിൽ ഈ ചാലക്കുടി ITI തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള പ്രചരണ ബാനറുകൾ തർക്കത്തെ തുടർന്ന് SFI ABP തർക്കം അവിടെ നിലനിന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2 കൂട്ടരുടെയും പ്രചരണ ബോർഡുകളും അതുപോലെ തന്നെ ബാനറുകൾ ഉൾപ്പെടെ പോലീസ് നീക്കം ചെയ്തു. ഇതിന്റെ ഒരു വൈരാഗ്യം SFIക്ക് ഉൾപ്പെടെ ഉണ്ടായിരുന്നതായി പറയുന്നു. ഇതിനുശേഷം ഇന്നലെ ഈ ITI നടന്ന തെരഞ്ഞെടുപ്പിൽ SFI എല്ലാ സീറ്റിലും വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ വിജയാഹ്ലാദ പ്രകടനത്തിന് ശേഷം SFI പ്രവർത്തകർ ബൈക്കിൽ ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ സമയത്ത് ചാലക്കുടി പോലീസ് അവിടെ ഉണ്ടായിരുന്നു. ഇവരെ കൈ കാണിച്ച് നിർത്തി ഇവരെ ഫൈൻ അടിപ്പിക്കുന്ന രീതിയിലേക്ക് കടന്നതോടെയാണ് ഈ SFI പ്രവർത്തകരും പോലീസും തമ്മിൽ ആദ്യഘട്ടത്തിൽ വാക്കേറ്റം ഉണ്ടായത്. ഈ സമയത്ത് DYFI പ്രവർത്തകൻ നിതിൻ പുല്ലൻ ഉൾപ്പെടെയുള്ള DYFIയുടെ നേതാക്കളും ഈ കോളേജ് ക്യാമ്പസിന് പുറത്തുണ്ടായിരുന്ന ആഹ്ലാദ പ്രകടനമാണ്. അതുകൊണ്ട് തന്നെ DYFI ഉൾപ്പെടെ പ്രവർത്തകർ ഉൾപ്പെടെ പുറത്തുണ്ടായിരുന്നു. ഇവർ ഈ വിഷയത്തിൽ ഇടപെട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് നിതിൻ പുല്ലന്റെ നേതൃത്വത്തിൽ SFI പ്രവർത്തകർ പോലീസ് ജീപ്പ് തകർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചത്. സാധാരണ നമുക്ക് കാണുന്ന പോലെ നോർത്ത് ഇന്ത്യയിലൊക്കെ മറ്റും കാണുന്ന ഒരു രീതിയിലുള്ള ഒരു അക്രമമാണ് ഇന്നലെ അവിടെ പോലീസിന് നേരെ ഉണ്ടായത്. കാരണം പോലീസിന്റെ ജീപ്പിന്റെ ചില്ല് തകർത്ത ശേഷം ചില്ല് റോഡിലേക്ക്, ആ ദൃശ്യങ്ങളിൽ കാണാം, റോഡിലേക്ക് വലിച്ചെറിഞ്ഞ് ജീപ്പിന് മുകളിൽ കയറി നിന്നാണ് പോലീസിന് നേരെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല പോലീസിന്റെ ജീപ്പിന് മുകളിലുള്ള ബീക്കൺ ലൈറ്റ് അതുപോലെ വൈപ്പർ ഉൾപ്പെടെ തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ സാഹചര്യത്തിൽ ചാലക്കുടി സ്റ്റേഷനിലെ ചുരുക്കം പോലീസുകാർ മാത്രമാണ് ഈ സംഭവ സ്ഥലത്തുണ്ടായത്. അതുകൊണ്ട് തന്നെ വേണ്ട വിധത്തിൽ ഈ അക്രമത്തെ പ്രതിരോധിക്കാനായി പോലീസിന് കഴിഞ്ഞില്ല. തുടർന്ന് അതിനുശേഷം ക്യാമ്പിൽ നിന്ന് ഉൾപ്പെടെ വലിയ ഒരു പോലീസ് സന്നാഹം സ്ഥലത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ അക്രമത്തിന് ശേഷം ഇതിന് നേതൃത്വം നൽകിയത് നിതിൻ പുല്ലനാണെന്ന് പോലീസിന് വ്യക്തമായി. പോലീസ് നിതിൻ പുല്ലനെ ബലമായി പിടികൂടി. ഈ സമയത്താണ് അവിടെ വന്നിരുന്ന പ്രാദേശിക CPM നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ എത്തി ബലമായി പോലീസിന്റെ പക്കൽ നിന്നും നിതിൻ പുല്ലനെ മോചിപ്പിച്ച് ഓട്ടോയിൽ കയറ്റിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിനുശേഷമാണ് അവിടെ അക്രമസമരം പോലീസുമായി തർക്കത്തിൽ ഉന്തും തള്ള അടിപിടിയിലേക്ക് വരെ എത്താവുന്ന ഒരു സാഹചര്യത്തിലും ഉണ്ടായത്. ഇതിനുശേഷം വൈകിട്ടോടെ ചാലക്കുടി DYSP സിനോജിന്റെ നേതൃത്വത്തിൽ ഈ ചാലക്കുടി ITIക്ക് സമീപം SFI പ്രവർത്തകർ താമസിക്കുന്ന വാടകയ്ക്കടുത്ത് താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇവിടെ ഈ പ്രതികൾ ഒളിവിലുണ്ടോ എന്നറിയാനായിട്ട് പോലീസ് പരിശോധനയ്ക്ക് എത്തിയപ്പോൾ DYSPക്ക് നേരെയും ഇന്നലെ രാത്രി കയ്യേറ്റ ശ്രമം ഉണ്ടായി. ഇതോടെ പോലീസ് ലാത്തി വീശുന്നൊരു സാഹചര്യം ഉണ്ടായി. ഈ സംഭവത്തിലുള്ള പ്രതികൾ ഒളിവിലാണെന്നാണ് അറിയുന്നത്. എന്തായാലും ഇതിനിടെ ഈ ജീപ്പ് തകർത്ത നിതിൻ പുല്ലൻ ഒഴികെയുള്ള 5 SFI DYFI പ്രവർത്തകരെ ചാലക്കുടി പോലീസ് ഇന്നലെ തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതിൽ ഒരാളെ ഒഴിവാക്കിയതിനു ശേഷം 4 പേർക്കെതിരെയാണ് ഇപ്പോൾ വധശ്രമത്തിനും അതുപോലെ തന്നെ പൊതുമുതൽ നശിപ്പിച്ചതിനും ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. സമഗ്രമായ വിവരങ്ങൾ ദൃശ്യങ്ങൾക്കൊപ്പം നൽകിയത് അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.